അന്യായ റെസ്പോൺസ്. കിടിലം പടം. മോഹൻലാലിന്റെ ഒരു ഡൗൺ ആയ സമയത്ത് മോഹൻലാൽ തീർന്നെന്ന് വിധി എഴുതവരോട് എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ അയാളൊന്നും മുണ്ടും മടക്കി കുത്തി മീശാൻ പിരിച്ച് തോളും ധരിച്ച് വന്നാൽ തീരാവുന്ന റെക്കോർഡ് ഈ കേരളത്തിലുള്ളൂ. അതുപോലെ ഇനി ഈ സിനിമ കണ്ടിട്ട് വേറെ കുറെ തേർഡ് റൈറ്റ് മീഡിയകൾ വരും. എന്തോന്ന് പറഞ്ഞ് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നത് സിനിമയാണ്. കൽക്കി AD 2898 ആരെങ്കിലും കണ്ടതാണോ? ആ സിനിമയിൽ 3 മതങ്ങളെ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹിഡൻ ഡീറ്റെയിലിംഗ് ഉണ്ട്. എന്താണെന്നറിയോ? ഒരു മഹാഭാരത ഇൻസ്പയർ ചെയ്ത് നിർമ്മിച്ച സിനിമയിൽ കൽക്കി AD 2898 ക്രിസ്ത്യാനിറ്റിയെ പ്രാധാന്യം കൊടുത്തു. അതുപോലെ മൃണാൽ താക്കൂറിനെ കൊല്ലുന്നൊരു സീനുണ്ട്. ആ സീനിൽ ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലവുമായി കണക്ട് ചെയ്തുകൊണ്ടൊരു സാധനം പറഞ്ഞു. പിന്നെ ദിലീപേട്ടന്റെ ഈ തിരിച്ചറിവിൽ എനിക്ക് പറയാനുള്ളത്, തൊപ്പിയുടെ കൂടെ ഒരു പയ്യുണ്ട്, മമ്മു. ഈ മമ്മു കുളിസീൻ കാണാൻ പോയി എന്ന് പറഞ്ഞൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടതാവും. അവനൊരു തമാശ രീതി പറഞ്ഞതിനെ അങ്ങനെ ടോർച്ചർ ചെയ്ത് ഭയങ്കര ഇഷ്യൂ ആക്കി. മമ്മുന്റെ കേസ് റിപ്പോർട്ടർ ചാനലിലെ മൊട്ട ദിലീപേട്ടന്റെ വീട്ടിലോട്ട് ക്യാമറ കൊണ്ടുപോയപ്പോ ദിലീപേട്ടനൊരു മാന്യനായതുകൊണ്ട് എന്റെ വീട്ടിലോട്ട് എങ്ങാനാണ് അവൻ ക്യാമറ തൂക്കി വരുന്നെങ്കിൽ അവന്റെ മൊട്ട അടിച്ച് മുൾസയാക്കിയിരുന്നു. പടം അഴിഞ്ഞാട്ടം എന്ന പാട്ട് പോലെ തന്നെ കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം. കൈ അടിക്കണം.